ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന 7 സീറ്റർ വാഹനം തന്നെയാണ് മാരുതി സുസുക്കി എർട്ടിക. സാക്ഷാൽ ടൊയോട്ടോ ഇന്നോവയെക്കാളും ജനസമ്മതനാണ് എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. അവർക്ക് മുന്നിലേക്ക് എർട്ടികയുടെ ഓരോ മാസത്തെയും വിൽപ്പന കണക്കുകൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് തെളിയുന്നതായിരിക്കും. 15,000 യൂണിറ്റുകൾക്ക് മുകളിലാണ് പല മാസവും ഈ ഫാമിലി കാർ വിറ്റുപോകുന്നത്. നല്ല റീസെയിൽ വാല്യൂ, കുറഞ്ഞ മെയിൻ്റെനൻസ്, കിടില മൈലേജ്, ആവശ്യത്തിലധികം സ്പേസ്, പ്രായോഗികത എന്നിങ്ങനെ എർട്ടിക തിരഞ്ഞെടുക്കാൻ കാരണങ്ങൾ നിരവധി തന്നെയാണ്. പക്ഷെ 7 പേരടങ്ങുന്ന ഫാമിലിയോ ഫ്രണ്ട്സോ ഒരു ലോങ് ട്രിപ്പ് പോകണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ലഗേജ് സ്പേസ് അല്പം കുറവ് തന്നെയായിരിക്കും. ഇതിൽ പലരും വിട്ടുവീഴ്ച ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി അത് വേണ്ട എന്നുള്ളത് അറിയിച്ചിരിക്കുകയാണ് മാരുതി സുസുക്കി. ഇതിനുള്ള പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് കമ്പനി. എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എർട്ടികയുടെ വലിപ്പം നീട്ടാൻ ഒരുങ്ങുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കൾ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. MPVയുടെ നീളം 4.39 മീറ്ററിൽ നിന്ന് 4.43 മീറ്ററായി ഉയർത്താനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ 2.74 മീറ്റർ വീൽ ബേസിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് മാരുതി സുസുക്കി അറിയിച്ചിട്ടുണ്ട്. അതായത് അടിസ്ഥാനപരമായി എർട്ടികയുടെ ബൂട്ട് സ്പേസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ പ്രധാന ഉദ്ദേശം. പ്രൈവറ്റായി വാങ്ങുന്ന സ്റ്റാൻഡേർഡ് മോഡലുകളെക്കാൾ എർട്ടികയുടെ ടൂറം കൊമേഴ്ഷ്യൽ പതിപ്പിന് ഇതിനകം തന്നെ അല്പം വലിപ്പം കൂടുതലാണ്. നീളം സ്റ്റാൻഡേർഡ് ചെയ്യാനുള്ള നീക്കം അനിവാര്യമാണ് എന്ന് തോന്നിയതിനാൽ അധികം നവീകരണം കൊണ്ടുവന്നിരിക്കും. മാരുതി അടുത്തിടെ എർട്ടിക ശ്രേണിയിലേക്ക് 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതോടൊപ്പം ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും ശ്രേണിയിൽ ഉടനീളം സ്റ്റാൻഡേർഡായി കൊടുത്തിട്ടുണ്ട്. 6 സ്റ്റാൻഡേർഡ് എയർ ബാഗുകൾ കണക്കിലെടുത്ത് രണ്ടാമത്തെ നിലയിൽ റീപൊസിഷൻ ചെയ്ത AC വെന്റുകളും ജനപ്രിയന് ലഭിച്ചിട്ടുണ്ട്. അതായത് മുൻവശത്തെ പാസഞ്ചർ ആംബ്രസ്റ്റിന്റെ പിന്നിലുള്ള AC വെന്റുകൾ രണ്ടാം നിലയിലെ റൂഫ് മൗണ്ടഡ് ബ്ലോവർ യൂണിറ്റ് ആയാണ് നവീകരിച്ചിരിക്കുന്നത്. AC ഓൺ ഓഫ് സ്വിച്ച് ഡാഷ്ബോർഡിന്റെ വലതുവശത്താണ് വരുന്നത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. EBD സഹിതമുള്ള ABS, ഐസോഫിക്സ്, ചൈൽഡ് സീറ്റ്, ആങ്കറുകൾ, റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ തുടങ്ങിയ സവിശേഷതകൾ കുത്തി നിറച്ച് തന്നെയാണ് എർട്ടിക വിപണിയിലേക്ക് എത്തുന്നത്. 9,11,000 രൂപ മുതൽ 13,40,000 രൂപ വരെയാണ് മാരുതി സുസുക്കിയുടെ MPVക്ക് വരുന്ന എക്സ് ഷോറൂം വില. പെട്രോൾ, CNG ഫ്യൂൽ ഓപ്ഷനുകളിലാണ് എർട്ടിക വിപണനത്തിലേക്ക് എത്തുന്നത്. ഇതിൽ 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിട്ടുമുണ്ട്. 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിന് 102 bhp കരുത്തിൽ പരമാവധി 137 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. MPVയുടെ പെട്രോൾ മാനുവൽ ലിറ്ററിന് 20.51 കിലോമീറ്റർ മൈലേജ് തരുമ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 20.30 കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് അവകാശപ്പെടുന്നത്. CNGയിൽ പ്രവർത്തിക്കുമ്പോൾ പെർഫോമൻസ് 87 bhp പവറിൽ 121.5 Nm ടോർക്കായി കുറയുമെങ്കിലും മൈലേജ് തന്നെയാണ് ഹൈലൈറ്റ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൽ പ്രവർത്തിക്കുമ്പോൾ മാരുതി എർട്ടികയ്ക്ക് ലിറ്ററിന് 26.11 കിലോമീറ്റർ മൈലേജ് വരെ നൽകാനാവുമെന്നാണ് മാരുതി അവകാശപ്പെടുന്നത്. ഇതിൽ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് സംവിധാനം മാത്രമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഫീച്ചറുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സെഗ്മെന്റിലെ ഫീച്ചർ ആയിട്ടുള്ള കിയ കാരൻസ് പോലുള്ള എതിരാളികളോട് പിടിച്ചു നിൽക്കാൻ 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, രണ്ടാം നിര യാത്രക്കാർക്കുള്ള AC ഓവന്റുകൾ, പാഡിൽ ഷിഫ്റ്റുകൾ, ക്രൂയിസ് കൺട്രോൾ, മെറ്റാലിക് തേക്ക്വുഡ് ഡാഷ്ബോർഡ് ഫിനിഷ്, 1 ടച്ച് റീക്ലൈൻ സൈഡ് മെക്കാനിസം തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം തന്നെ എർട്ടികയിൽ മാരുതി വാഗ്ദാനം ചെയ്യുന്നു.